രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. അവളുടെ കണ്ണുകൾ ഒരാശ്രയം തേടി ചുറ്റുമുള്ള എല്ലാവരിലും പോയി. ഏറ്റവും പ്രിയപ്പെട്ടവനെ ഓർക്കെ അവളുടെ ഹൃദയം വിണ്ടുകീറി. എന്നെ കാണാതെ വന്നാൽ വിച്ചേട്ടനില്ലാതെ ഞാൻ എങ്ങനെയാ? നെഞ്ചുകൊട്ടി കൂനിക്കൂടിയിരുന്ന് കരയുന്നവളെ കൈകളിൽ പിടിച്ചുയർത്തിയാണ് ശശിധരൻ പുറത്തേക്ക് വലിച്ചിറക്കിയത്. അയാളുടെ കൈകൾ തൊട്ടിടമറിഞ്ഞതും അവന്റെ ഓർമ്മയിൽ മാത്രം നിറഞ്ഞു നിന്നവൾ ചുറ്റുമുള്ളതൊന്നും ആ സമയം തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അവളെ അങ്ങനെയൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടും അത് നോക്കി നിന്ന് കരഞ്ഞതല്ലാതെ കല്യാണി അമ്മ പോലും ഒരു വാക്കുകൊണ്ട് മറുത്തു പറഞ്ഞില്ല. കാരണം അവരുടെ കണ്ണിലും പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തിയ വിഷപ്പാമ്പായിരുന്നു അവൾ ആ നിമിഷം. ആകെ തകർന്നുപോലെ കുമ്പിട്ടു പോകുന്നവളെ കണ്ടിട്ടും ദേവമ്മ അനങ്ങിയില്ല. എത്തിപ്പിടിച്ച് അവളുമായി പുറത്തിറങ്ങുമ്പോഴാണ് മുന്നിലേക്ക് പരമേശ്വരന്റെ കാർ ചീറിപ്പാഞ്ഞു വന്ന് നിന്നത്. അതിൽ നിന്നും ഇറങ്ങി അയാൾ കാണുന്നത് നേരെ എതിരെ അവളെയും കുടുംബത്തെയാണ്. അറപ്പോടെ അയാൾ മുഖം വെട്ടിത്തിരിച്ചു. അത് കണ്ടതും കല്യാണി അമ്മയുടെ മുഖം അപമാനത്തിൽ താഴ്ന്നു. പെട്ടെന്ന് അയാൾ അവർക്ക് നേരെ തിരിഞ്ഞു. ദേ തള്ളെ, കൊച്ചുമോളെ കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം. പക്ഷെ ഇന്ന് ഇവിടെ നിന്നിറങ്ങിയാൽ മേലാൽ ഇവളുടെ മുഖം എന്റെ മകൻ കാണാൻ ഇടവരരുത്. അങ്ങനെ കണ്ടാൽ ഇല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കൂടുതൽ എന്തെങ്കിലും അയാൾ പറയുന്നതിന് മുന്നേ തന്നെ പതിയെയാണ് കല്യാണിയമ്മ ഇത് പറഞ്ഞതെങ്കിലും അയാളുടെ കൈ അവരുടെ മുഖത്ത് വീണത് കണ്ട് സിദ്ധി പോലും ഞെട്ടിപ്പോയി. ഇത് നിനക്ക് ഓർമ്മയുണ്ടാകണം. ഇനി തിരിച്ച് എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വരാൻ നിനക്ക് എന്തേലും ഉദ്ദേശമുണ്ടെങ്കിൽ നിന്റെ ഈ കിളവിത്തള്ളയ്ക്ക് ഞാൻ കൊടുത്ത ഈ അടി വേണം നിന്റെ മനസ്സിലേക്ക് ആദ്യം എത്താൻ. അവൾ ഭയന്നുകൊണ്ട് കിലുകിലെ വിറച്ചു. എടി പെണ്ണെ, ഞാൻ പറയുന്നതൊന്നും വെറും വാക്കായിട്ട് നീ കാണണ്ട. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എന്റെ കുടുംബ പേരാണ്. അത് നിലനിർത്താൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിന് കേടുണ്ടാക്കാൻ മുന്നിൽ വരുന്നത് ആരാണെന്നൊന്നും എനിക്ക് ദൃഷ്ടിയിൽ പെടില്ല. എന്റെ ഭീകരമായൊരു മുഖമായിരിക്കും ആ നിമിഷം നീ കാണുക. അവളുടെ മുഖം വിരണ്ട് പോകുന്നത് കണ്ട് അയാൾ കൂടുതൽ പൈശാചികമായി. ആദ്യം ഞാൻ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. പിന്നെയാ നിന്റെ ആ വംശിയെ. മോനാണെങ്കിലും എനിക്ക് എന്റെ കുടുംബത്തിന്റെ അഭിമാനമാണ് വലുത്. അയാളുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ ഒരു നിമിഷം അവൾ അങ്ങനെ പേടിച്ചുപോയി. ഒപ്പം അയാൾ അത് ചെയ്തേക്കുമെന്നുള്ള ഭയവും അവൾക്കുണ്ടായി. അവള് പേടിയോടെ അയാളെ നോക്കി. അതേസമയം കൈവഴുതിപ്പോയ മാൻപേടയെ കൈകൾ കിട്ടിയ സന്തോഷത്തോടെയാണ് ശശിധരൻ അവളുമായിട്ട് അവിടെ നിന്നിറങ്ങിയത്. 2 ദിവസം എന്ന് പറഞ്ഞു പോയ മീറ്റിംഗ് ഒരാഴ്ചത്തേക്ക് നീളുന്ന കണ്ട് വംശി അതിനെ എങ്ങനെയൊക്കെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവനെ ആകെ കുഴയ്ക്കുന്ന വിധത്തിലായിരുന്നു പരമേശ്വരൻ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരുന്നത്. പുതിയ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനൊപ്പം അവിടുത്തെ കമ്പനിയിലെ വർക്കേഴ്സിനിടയിൽ ഉണ്ടായ ഒരു ഇഷ്യൂ കൂടി സൃഷ്ടിക്കപ്പെട്ടതും രണ്ടുപേരും പ്രോജക്റ്റിലും ആ പ്രശ്നങ്ങളിലും പെട്ട് ആകെ വലഞ്ഞു പോയിരുന്നു. അങ്ങനെ വംശിക്കൊപ്പം പാർത്ഥനെയും അയാൾ അവിടെ പെടുത്തി. ഉണ്ണാനോ ഉറങ്ങാനോ എന്തിന് നേരെ ചൊവ്വേ ശ്വാസം വിടാനോ പോലും പറ്റാത്ത ദിവസങ്ങൾ. അതിനിടയിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന സിദ്ധിയുടെ മെസ്സേജുകളൊന്നും കാണാതെയായതും വംശിക്ക് പിന്നെയും ദേഷ്യം കൂടി. ഇറങ്ങുന്ന നേരത്ത് പോലും വിച്ചേടം വരുന്നവരെ വരെ ഞാൻ ഇനിയും മിണ്ടില്ല എന്ന് പറഞ്ഞ് വാശി കാണിച്ച പെണ്ണിന്റെ മുഖമായിരുന്നു അവന്റെ ദേഷ്യത്തിനുള്ള ഏക കാരണം. അതിന്റെ ബുദ്ധിമുട്ടുകൾ അവനൊപ്പമുള്ള മറ്റേ സ്റ്റാഫുകളും അറിഞ്ഞു. അവസാനം 5 ദിവസമായിട്ടും അവളുടെ ഫോൺ വിളിയോ മെസ്സേജോ ഒന്നും എത്താതെ വന്നതും വംശി അവിടെ നിന്നും ചാടി. എടാ വംശി, ഇത്രയും പ്രോബ്ലം ഒക്കെ എന്റെ തലയിലിട്ട് നീ എവിടെ പോകുവാടാ? എനിക്കൊറ്റയ്ക്ക് പറ്റില്ലടാ. ദേഷ്യത്തിൽ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന്റെ പുറകെ പോയി പാർത്ഥൻ അവനെ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൻ ഈ ലോകം തന്നെ തന്റെ പെണ്ണിന് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. വംശി, ഒക്കെ നിന്റെ അനിയത്തിന്റെ അഹങ്കാരമാണ്. അതൊന്ന് തീർത്തു കൊടുത്തിട്ട് രാത്രി തന്നെ ഞാൻ തിരിച്ചു വന്നോളാം. ഇന്നത്തെ പകൽ നീ ഒന്ന് മാനേജ് ചെയ്. പാർത്ഥന്റെ മറുപടി പോലും കേൾക്കാതെ അവൻ അവിടെ നിന്നും വണ്ടി തിരിച്ചു. സാധാരണ വരുന്നതിലും പാതി സമയമെടുത്താണ് അവൻ അന്ന് വീട്ടിലേക്ക് എത്തിയത്. ആരെ കാണാനാണോ വീട്ടിലേക്ക് ഓടിപ്പിടിച്ചെത്തിയത്, അവളെ കാണാതെ വംശി തിരയുന്ന നേരത്താണ് പരമേശ്വരൻ അവന്റെ മുന്നിലെത്തിയത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണോ നീ വന്നത്? പ്രതീക്ഷിക്കാത്ത നേരത്ത് അയാളെ കണ്ടതിന്റെ ഒപ്പം ചോദ്യം ചെയ്യലും കൂടെ ആയതും വംശി ഒന്ന് പതറി. അതൊക്കെ പാർത്ഥനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിന്? നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങൾ അവനാണോ നോക്കുന്നത്? ഞാൻ വൈകിട്ട് തന്നെ മടങ്ങിപ്പോകും. വെറും ചോദ്യങ്ങളും ഉത്തരവും മാത്രം.
അയാളോട് കൂടുതലൊരു സംസാരത്തിന് നിൽക്കാതെ വംശി അവിടെ നിന്ന് പോകാൻ പോയതും അയാൾ അവനെ പിടിച്ചു നിർത്തി. അടുത്തയാഴ്ച നീ എനിക്കൊപ്പം ബാംഗ്ലൂർ വരേണ്ടി വരും. ബാംഗ്ലൂർക്കോ? എന്തിന്? മഹീന്ദ്ര കൺസ്ട്രക്ഷൻസ് നിനക്കറിയാമല്ലോ. ഉം. അതിന്റെ മുതലാളിയായ മഹേന്ദ്രന്റെ മകൾ മായയുമായി നിന്റെ എൻഗേജ്മെന്റ് ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് ഫിക്സ് ചെയ്തു. വളരെ സാധാരണ പോലെ അയാൾ പറയുന്നത് കേട്ടതും വംശി ഞെട്ടിത്തരിച്ചുപോയി. എൻഗേജ്മെന്റോ? ആരുടെ? അവന്റെ പല്ല് ഞെരിഞ്ഞു. എനിക്ക് മകനായി നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യം എന്താണ്? ആവശ്യമുണ്ട്. കാരണം എൻഗേജ്മെന്റ് നിശ്ചയിച്ചത് എന്റെ ആണെങ്കിൽ ആ എൻഗേജ്മെന്റ് നടക്കില്ല. ദേഷ്യത്തിൽ അവന്റെ ശബ്ദമുയർന്നു. കാരണം എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അത് തന്നെ. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. എന്റെ കാര്യം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി. മറ്റാരും അതിൽ കൈകടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. വരും. കാരണം ഞാൻ നിന്റെ അച്ഛനാണ്. അച്ഛനായാലും ആരായാലും എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ഹും, കൊള്ളാം. ആരാണ് നിന്റെ ഇഷ്ടം? പെട്ടെന്നുള്ള അയാളുടെ ചോദ്യത്തിൽ അവനൊന്ന് പതറിയെങ്കിലും കള്ളം പറയാൻ തോന്നിയില്ല. ധാത്രി, സിദ്ധിദാത്രി. അയാളുടെ കളിയാക്കൽ മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ ഈ നേരം ഒരു വാക്കുവാക്കിന് വയ്യാത്ത പോലെ അവൻ തന്റെ ഇഷ്ടം വിളിച്ചു പറഞ്ഞു. ബെസ്റ്റ്, നന്നായിട്ടുണ്ട്. അയാൾ ഇരു കൈകളും കൂട്ടിയടിച്ച് ശബ്ദത്തിൽ അവനെ നോക്കി കളിയാക്കി. അച്ഛനെന്താ എന്നെ കളിയാക്കുകയാണോ? പിന്നല്ലാതെ. നിന്നെ പോലൊരു പൊട്ടനെ കളിയാക്കാതെ ഞാൻ പിന്നെ എന്തു വേണം? മനസ്സിലായില്ല. ഞാൻ പറയുന്നത് നന്നായി നിനക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പറയുന്നതിനൊപ്പം അയാൾ CCTV വിഷ്വൽസ് പോലെ ഒരു ചെറിയ ഭാഗം അവന് നേരെ നീട്ടി. പരമേശ്വരന്റെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് കൈനീട്ടി വാങ്ങുന്ന സിദ്ധി. ഒപ്പം അയാൾ ചോദിക്കുന്നതിന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. കാര്യം മനസ്സിലാവാതെ അവന്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഒന്നും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. നിന്റെയും ആ അടുക്കളക്കാരുടെയും ദിവ്യപ്രണയം ഞാൻ അറിഞ്ഞു. എനിക്കതൊരിക്കലും സമ്മതിക്കാനും അംഗീകരിക്കാനും പറ്റാത്ത കാര്യമാണെന്ന് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് കുറച്ച് കാശ് കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നാശങ്ങൾ ഒഴിവായി പൊക്കോട്ടെ എന്ന് കരുതി ആണ് ഞാൻ ആ ചെക്ക് അവൾക്ക് നേരെ നീട്ടിയത്. വംശി വല്ലാതൊരു പകപ്പോടെ അയാളെ നോക്കി. ഇത്രയും ഞെട്ടലൊന്നും വേണ്ട. നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അവൾക്ക് ഞാൻ കുറെ കാശ് കൊടുക്കാം എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ കുറെ കരഞ്ഞു മെഴുകി. വെറുതെ, ചുമ്മാ. അയാളെ വല്ലാത്തൊരു ധാർഷ്ട്യത്തോടെ കാലിന്മേൽ കാലും കയറ്റി അവന്റെ മുന്നിലെ സോഫയിലേക്ക് കയറിയിരുന്നു. അവള് നിന്നെ കിട്ടിയാൽ ആ നിമിഷം നിന്നെ ഞാൻ വൈകുണ്ഠത്തിൽ നിന്നും പുറത്താക്കുമെന്നും 10 വരുമാനമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരുവനെ ആയിരിക്കും അവൾക്ക് കിട്ടുന്നതെന്നും പറഞ്ഞതും പെണ്ണൊന്ന് പരിങ്ങി. ഒപ്പം കൊടുത്ത ചെക്കിലെ പൂജ്യത്തിന്റെ എണ്ണം കൂടി കൂടിയതും അവളുടെ കണ്ണ് നന്നായി മഞ്ഞളിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ബുദ്ധിയുള്ള പെണ്ണ. അവൾ നല്ല വൃത്തിയായി കാശ് വാങ്ങി നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ തന്നെ 10ന്റെ വരുമാനമില്ലാത്തവനെ അവൾക്ക് എന്തിനാണ്? ഇതാണ് നീ പറഞ്ഞ ദിവ്യപ്രണയം. പണത്തിന് മുകളിൽ പരുന്തും പറക്കത്തില്ലെന്ന് അറിയത്തില്ലേ നിനക്ക്? മനസ്സിലായോ? അയാൾ അവനെ കളിയാക്കി ചിരിച്ചതും സൈഡിൽ കിടന്ന കസേരയെടുത്ത് ഗ്ലാസിന്റെ ടീപ്പോ തല്ലി തകർത്തവൻ കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ നിമിഷം തന്നെ അയാളുടെ ഫോണിൽ നിന്നും ദേവമ്മയ്ക്ക് കോള് പോയി. കാറ്റു പായും പോലെയാണ് വംശി വണ്ടി ഓടിച്ചത്. ഒരു നിമിഷം മുന്നേ അവൾക്കരികിലെത്തണമെന്ന ചിന്തയോടെ അവൻ മനസ്സിനെ പായിച്ചു. പക്ഷെ അപ്പോഴും അവന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നത് ആ വീഡിയോയും അത് വാങ്ങിയ കൈകളുമാണ്. നോ, തന്റെ ധാത്രി അങ്ങനെയല്ല. എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. മിക്കവാറും അച്ഛന്റെ കളികളാവാനേ വഴിയുള്ളൂ. എന്നാലും എന്നോടൊരു വാക്കുപോലും പറയാതെ നീ ഇറങ്ങി. അതിനുള്ള ശിക്ഷ നീ എന്തായാലും അനുഭവിക്കും ധാത്രി. വാശിയോടെ സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടവൻ വണ്ടി പിന്നെയും സ്പീഡിലേക്കാക്കി. അതേസമയം അവൻ മനസ്സിലോർത്ത പോലെ തന്നെയായിരുന്നു ആ ചെക്കിന്റെ കാര്യം. അമ്മമ്മയെ അടിച്ചു കണ്ടതിന്റെ ഭയത്തിൽ നിന്നവൾക്ക് മുന്നിലാണ് അയാൾ ആ ചെക്ക് നീട്ടിയത്. വേണ്ടെന്ന് പറഞ്ഞതും അയാളുടെ കണ്ണുകൾ അമ്മമ്മയിലേക്ക് നീളുന്ന കണ്ട് പേടിച്ചാണ് പെട്ടെന്ന് കയറി അത് വാങ്ങിയത്. അവളത് വാങ്ങേണ്ട താമസം ചെറിയച്ചനെന്ന് പറയുന്നവൻ അത് അവളുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയിരുന്നു. എന്നാൽ തന്റെ മകൻ തിരിച്ചു വരുമ്പോൾ അവളെ മോശക്കാരിയാക്കാനുള്ള ആദ്യത്തെ തെളിവും ഒപ്പം അവന്റെ മനസ്സിൽ അവളുടെ പ്രതിച്ഛായ തകർക്കാനുള്ള അയാളുടെ അടവുമായിരുന്നു ആ ചെക്കിന് പിന്നിലെന്ന് ആ നിമിഷം അവൾ അറിഞ്ഞില്ല. കുറെ നേരത്തെ ഡ്രൈവിംഗിന്റെ അവസാനം അവൻ അവളുടെ വീടിന് മുന്നിലേക്ക് എത്തി. കാറിന്റെ ഡോറ് വലിച്ചടച്ച് അവളുടെ വീട്ടിലേക്ക് കയറിയ അവൻ കാണുന്നത്
സിദ്ധിയുടെ കാല് പിടിക്കാൻ തുടങ്ങുന്ന തന്റെ അമ്മ ദേവമ്മയാണ്. ഞെട്ടിപ്പോയി വംശി. അമ്മേ! അലറിക്കൊണ്ട് അവന്റെ വിളി കേട്ടതും രണ്ടുപേരും സിറ്റൗട്ടിൽ നിന്ന് തന്നെ പുറത്തേക്ക് നോക്കി. മോനെ! തന്റെ അടുത്തേക്ക് വരുന്ന മകനെ കണ്ടതും അവർ വലിയ വായിലേക്ക് കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരി. വിച്ചേട്ടൻ! മനസ്സിൽ ഇങ്ങനെ പിറുപിറുത്തെങ്കിലും അവന്റെ മുഖത്തുപോലും നോക്കാനാവാതെ അത്രയും തളർന്ന പോലെ പെണ്ണ് അങ്ങനെ നിന്നു. അമ്മേ! എന്താ ഇതൊക്കെ? അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥയുടെ അടുത്ത ഭാഗം കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടണം. നന്ദി.